നമസ്കാരം. ഇന്നത്തെ സ്വർണത്തിന്റെ വില കേട്ട് മലയാളികൾ ആകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇന്ന് പവന് 1,23,000 രൂപയായിരിക്കുകയാണ്. അതായത് ഒറ്റയടിക്ക് 10,000-ലേറെ രൂപയാണ് കൂടിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം വിലവർധനവ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ഇത്രയധികം വിലവർധനവ് പെട്ടെന്ന് വന്നത്? ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ്. ഇറക്കുമതി തീരുവ, അതായത് സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ 6% 15% ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ അങ്ങ് ഉയർത്തിക്കളഞ്ഞു. ഇതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇത്രയധികം വിലവർധനവിന് കാരണമായത്. അതായത് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ, കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യവും പിന്നെ ആഗോള വിപണിയിലെ അസ്ഥിരതയും കാരണം ഇന്ത്യൻ രൂപയുടെ വില ഇടിയുന്നു, മൂല്യം കുറയുന്നു. ഇത് കുറയ്ക്കുവാനും സ്വർണത്തിൽ ഇന്ത്യക്കാർക്ക് ഉള്ള ആ ഒരു ഭ്രമം ഒന്ന് കുറച്ചതിന് ശേഷം പിന്നെ നമ്മുടെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാനുമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതായത് സ്വർണത്തിനോടുള്ള ഭ്രമം കുറഞ്ഞാൽ സ്വാഭാവികമായും ഇതിൻ്റെ ഇറക്കുമതി കുറയും എന്നൊക്കെ കരുതിയിട്ടാണ് സർക്കാർ ഈ തീരുമാനമെടുത്തത്. പക്ഷെ ശരിക്കും ഈ തീരുമാനം സാധാരണക്കാരെ നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ വിവാഹമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഇതിപ്പോൾ പെൺകുട്ടികളുടെ വീടായിക്കോട്ടെ ആൺകുട്ടികളുടെ വീടായിക്കോട്ടെ, ഏകദേശം ഒരു 10 പവൻ വാങ്ങാൻ ഇവർ തീരുമാനിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ ഏകദേശം 12 ലക്ഷം രൂപ നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. പിന്നെ GSTയും പണിക്കൂലിയും കൂടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ, അതായത് 12 ലക്ഷത്തേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടി വരും. അതായത് കുടുംബത്തിലെ ബജറ്റ് തകിടം മറിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇനി അറിഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന തുകയിലൊന്നും നമ്മളുടെ പ്ലാൻ നടക്കില്ല എന്നുള്ള ബോധ്യം ഇന്ന് സാധാരണക്കാർക്ക് വന്നിരിക്കുകയാണ്. ഈ സാധാരണക്കാർക്ക് സ്വർണത്തോടുള്ള ഭ്രമം കുറയ്ക്കുക എന്നുള്ള ഈ ഒരു തീരുമാനം, കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം ശരിക്കും നടപ്പിലാകുമോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നികുതി കൂടുമ്പം ഇറക്കുമതി കുറയും എന്ന് സർക്കാർ വിചാരിക്കുമ്പോൾ കള്ളക്കടത്തിനുള്ള സാധ്യതയും കൂടി ഇവിടെ കൂടുന്നുണ്ട്. കാരണം ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഈ സാധനം എങ്ങനെയെങ്കിലും ഭ്രമമുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ സ്വാഭാവികമായും എല്ലാവരും ചിന്തിക്കുക. അതിനുള്ള സാധ്യത ഇവിടെ കൂടുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന വിവാഹവും കാര്യങ്ങളും ഒക്കെ തന്നെ, അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ ബജറ്റ് ആകെ മറിയല്ലേ. അപ്പോൾ ഇതിനെല്ലാം തന്നെ എഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ ഈ ഷെയർ മാർക്കറ്റിൽ കൂടുതൽ നിക്ഷേപകർ ഷെയർ മാർക്കറ്റിൽ നിന്ന് മാറി സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന ഒരു പ്രവണതയും ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അതോടുകൂടി സ്വർണത്തിൻ്റെ വില വീണ്ടും ഉയരാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു വിലക്കുറവ്, അതായത് കുറച്ച് നാളായിട്ട് സ്വർണത്തിൻ്റെ വിലക്കുറവ് കാത്തിരുന്ന സാധാരണക്കാരെ ഒറ്റയടിക്ക് തകിടം മറിക്കുന്ന തരത്തിലാണ് ഈ തരത്തിൽ സ്വർണത്തിൻ്റെ വില കൂടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നോക്കാം. കാരണം കൂടുതൽ നമ്മൾ സ്വർണത്തിനെ ഒരു നിക്ഷേപമായിട്ടാണ് നമ്മൾ മലയാളികൾ കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു നിക്ഷേപമായി കണ്ടുകൊണ്ടിരുന്ന സ്വർണം നമ്മുടെ കയ്യെത്താ ദൂരത്തേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയായിരിക്കും ഇപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നമുക്ക് ചെയ്യാനാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില മാറ്റത്തിൽ ഉണ്ടാകുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് സസൂക്ഷ്മം ഒന്ന് നിരീക്ഷിക്കുക. ശേഷം ഈ നിക്ഷേപത്തിനായി, അതായത് സ്വർണം ഒരു നിക്ഷേപമായി കാണുന്ന ആൾക്കാരൊക്കെ തന്നെ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാനൊക്കെ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഈ ഒരു വിലക്കയറ്റത്തെ കാണാൻ സാധിക്കാൻ, അല്ലെങ്കിൽ കാണാൻ നമുക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കൂടാതെ ഈ പറയുന്ന പോലെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം നമ്മുടെ സ്വർണത്തിനോടുള്ള ആ ഒരു ഭ്രമം കുറയ്ക്കുമെന്നൊന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനും ആവില്ല. എന്തായാലും വിലക്കയറ്റം ഏതുവരെ പോകും എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കും ഈ പറയുന്നത് പോലെ 1,23,000 പവൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏകദേശം വില വീണ്ടും ഉയരുമോ? അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ടും പിന്നെ ഈ തരത്തിൽ തീരുവ കൂട്ടിയൊക്കെ സ്ഥിതിക്കും നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതായത് സ്വർണ്ണവില ഇനി കുറയുന്നതിന് എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾ കാണുന്നുണ്ടോ? അഥവാ ഇനി കൂടുകയാണെങ്കിൽ തന്നെ എത്രയധികം വില കൂടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇതൊക്കെ തന്നെ താഴെ കമൻറ്റിൽ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഇതുപോലെ ഒരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.